ഹെയർ ഫാളും ഹെയർ ലോസും രണ്ടും വേറെ വേറെ കണ്ടീഷനാണ്. ഹെയർ ഫാൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഹൈപ്പോതൈറോയിഡിസം, PCOD, സ്ട്രെസ്, ഉറക്കക്കുറവ്, വിറ്റമിൻ ഡെഫിഷ്യൻസി തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന മുടികൊഴിച്ചിലാണ് ഹെയർ ഫാൾ എന്ന് പറയുന്നത്. ഇത്തരം കണ്ടീഷൻസ് ചികിത്സിക്കാൻ വളരെ എളുപ്പമാണ്. ട്രിഗറിംഗ് ഫാക്ടർ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള ചികിത്സകൾ എടുത്തു കഴിഞ്ഞാൽ ഹെയർ ഫാൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഹെയർ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ്രോജനറ്റിക് അലോപീഷ്യ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. ഇതിൽ മെയിൽ പാറ്റേണും ഉണ്ട്, ഫീമെയിൽ പാറ്റേണും ഉണ്ട്. ഇവിടെ ഹെയർ തിന്നിങ് ആണ് സംഭവിക്കുന്നത്. ഹെയർ തിന്നിങ് സംഭവിച്ചിട്ട് ഹെയർ ലോസ് വരെ സംഭവിക്കും. അതായത് മുടിയുടെ വേര്, ഹെയർ ഫോളിക്കിൾ എന്ന് പറയുന്ന മുടിയുടെ വേര് കംപ്ലീറ്റ് ആയിട്ട് ലോസ് ആവുകയാണ് ചെയ്യുന്നത്. ഇത്തരം കണ്ടീഷൻസിൽ നമ്മൾ ചികിത്സ എടുക്കേണ്ട സ്റ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തുടക്കത്തിൽ എടുക്കുകയാണ്, രണ്ടാമത്തെ സ്റ്റേജിലോ മൂന്നാമത്തെ സ്റ്റേജിലോ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തടുത്ത സ്റ്റേജുകൾ വരുന്നത് പ്രിവെന്റ് ചെയ്യാനും സെയിം സ്റ്റേജിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഹെയർ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. പക്ഷെ നമുക്ക് സ്റ്റേജുകൾ കടന്നു പോയി കഴിഞ്ഞാൽ, ഒരു നാലാമത്തെയോ അഞ്ചാമത്തെയോ സ്റ്റേജ് ഒക്കെ ആയി കഴിഞ്ഞാൽ ചികിത്സിച്ചിട്ട് ഇതൊരിക്കലും നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. എന്ത് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് സ്റ്റേജ് 2 സ്റ്റേജ് 1 ഇതിനെ റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയില്ല. അത്തരത്തിൽ ഹെയർ ലോസ് കംപ്ലീറ്റ് ആയിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ട്രാൻസ്പ്ലാന്റ് മാത്രമേ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. കൂടുതൽ മുടി കൊഴിച്ചിലില്ലെങ്കിലും മുടിയുടെ കനം കുറഞ്ഞു കുറഞ്ഞു പോവുക, നെറ്റി കയറുക, മുടിയുടെ ഉള്ളു കുറയുന്നതായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഇമീഡിയറ്റ് ആയിട്ട് നിങ്ങൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. കാരണം ചിലപ്പോൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആയിരിക്കാം. സെക്കൻഡ് സ്റ്റേജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ചുരുങ്ങുന്ന മുടികളെ, ആ വേരുകളെ നമുക്ക് തിരിച്ച് വികസിപ്പിക്കാനും സെയിം സ്റ്റേജിൽ തന്നെ ആരോഗ്യമുള്ള മുടിയായിട്ട് നിലനിർത്താനും അടുത്തടുത്ത സ്റ്റേജുകളിലേക്ക് പോവാതെ നോക്കാനും കഴിയും.